ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നെൻ്റെ ഗ്രാജുവേഷനാണ്. സോ ഞാൻ രാവിലെ തന്നെ വിചാരിച്ചു രാവിലെ തന്നെ വ്ളോഗ് എടുത്ത് തുടങ്ങാമെന്ന്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. സോ ഞാനിപ്പോൾ ഇനിയിപ്പോൾ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി പോകാൻ പോവാണ്. അപ്പം നമുക്ക് ചുമ്മാ ഒരു വീഡിയോ എടുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. എന്താവുമെന്ന് അറിയില്ല, ബാക്കി എടുക്കുമെന്ന് തന്നെ എനിക്കറിയില്ല. സോ നമുക്ക് തുടങ്ങാം. ആദ്യം ഞാൻ ഫ്രഷായി ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം. അപ്പം ഞാൻ നന്നായിട്ട് കുളിച്ച് ബ്ലൗസൊക്കെ ഇട്ട് ഇനി സാരി എടുക്കാനുണ്ട്. ഇതാണ് ഞങ്ങളുടെ യൂണിഫോം സാരി. അറിയില്ല വെട്ടം കിട്ടുമെന്ന്. അകത്തുനിന്ന് എടുക്കുന്നത് കൊണ്ട് അധികം വെട്ടം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പം ഇതാണ് ഞങ്ങളുടെ യൂണിഫോം സാരി. യൂണിഫോം അല്ല, ഗ്രാജുവേഷൻ്റെ സാരി. അപ്പം ഇനി സാരി എടുത്തിട്ട് വരാം. അപ്പോൾ ഹലോ. അപ്പോൾ ഞാൻ നന്നായിട്ടല്ല, സാരി എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ സാരി എടുത്തിട്ടുണ്ട്. ഞാനല്ല, മമ്മിയാണ് എന്നെ ഉടുപ്പിച്ചത്. അപ്പോൾ സാരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെഡി ആവാം. ആദ്യം തന്നെ മോയ്സ്ചറൈസർ ഇടാം. ഇങ്ങനത്തെ ടൈമർ ഇടാം. നല്ല മഴ ദിവസം തോന്നുന്നു. ഇങ്ങനെയാവും അറിയില്ല. മിക്കാൻ വെള്ളത്തിൽ അത് പോകാൻ ചാൻസ് ഉണ്ട്. ഇച്ചിരി ഫൗണ്ടേഷൻ ഇടാം. ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതല്ല. കണ്ടു. നമുക്ക് ഞാൻ പൗഡർ വേണം. കയ്യിൽ കുറേ എടുക്കുമെങ്കിലും എല്ലാം തട്ടുന്നത് അത് കഴിഞ്ഞു. ഇങ്ങനെയാണ് ഞാൻ പൗഡർ ഇടുന്നത്. നമുക്ക് ഐഷാഡോ ഇടാം. അടിയിൽ കണ്ണൂടി എഴുതി കൊടുക്കാം. നമുക്ക് ബ്ലഷ്. നീ ഏത് ലിപ്സ്റ്റിക്കും കുറച്ച് ബ്രൈറ്റ് ആയിട്ട് എന്നാൽ അതോ ഈ കളറാണ്. ഈ കളർ കോൺട്രാസ്റ്റിലൊക്കെ നമ്മൾ ചെയ്യുന്നത്. കുറച്ച് ഇച്ചിരി നല്ല ടോട്ടാണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടുതലായി. ക്യാമറയിൽ ഒറിജിനൽ നല്ല കളറുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല കളർ. ഇപ്പം കുറേയല്ല, കുറേട്ട പോകും.
ഈ പൊട്ട് വലിയ പൊട്ട് കുത്താനോ ചെറിയ പൊട്ട് കുത്താനോ എന്നൊരു ഡൗട്ടിലാണ്. ഇപ്പോൾ നമുക്കൊരു ചെറിയ പൊട്ട് ചെറുത് ചെയ്യാം. എന്തായാലും വലിയ പൊട്ടായിരിക്കണം ഞാൻ കുത്തുക. കാരണം എൻ്റെ വലിയ പൊട്ട് ഇല്ലാത്തതുകൊണ്ട് താഴെ പോയി നന്നായിട്ടൊന്ന് എടുക്കാൻ പറ്റും. സോ ഇപ്പോൾ നമുക്കൊരു ചെറിയ പൊട്ട് വെച്ച് നോക്കി അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഹെയർ കൂടി സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ എൻ്റെ മേക്കപ്പ്. അങ്ങനെയുണ്ട് ഗൈസ്. അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി ആവുമ്പോഴായിരിക്കും വല്ല കുരു എന്തെങ്കിലുമൊക്കെ വരും. കുഴപ്പമില്ല. അപ്പോൾ ഫുൾ ലുക്ക് കണ്ടില്ലല്ലോ. ഹെയർ കൂടി സെറ്റ് ചെയ്തിട്ട് ഫുൾ ലുക്ക് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഹലോ, വെട്ടല്ലേ? അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇങ്ങനെ മുടി അയച്ചിടാന്നാണ് വിചാരിക്കണേ. ഇപ്പോൾ സാരി ഇട്ടു, വള ഇട്ടു, മേക്കപ്പ് ഇട്ടു, മുടി ഒന്ന് സെറ്റ് ചെയ്തു. അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ ഫുള്ളായിട്ടുള്ള ഫോട്ടോ. ഞാൻ എന്തായാലും ഗ്രാജുവേഷൻ ഫോട്ടോസായിട്ട് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കാം. സോ ഇപ്പം എങ്ങനെയുണ്ട് ഗൈസ്, പറയൂ നിങ്ങൾ. അപ്പം അങ്ങനെ കോളേജെത്തി. ഇതെന്തായാലും എനിക്ക് വോയിസ് ഓവർ ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് അറിയായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റിയില്ല അവിടെ ചെന്നിട്ട്. അപ്പം ഇനി ഗ്രാജുവേഷനൊക്കെ ആയിട്ട് എല്ലാവർക്കും എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. ജിസ്റ്റേഴ്സിന് എന്താണ് പറയാനുള്ളത് ഗ്രാജുവേഷനായിട്ട്? ആഷ്ന സിജോട്ടിക്ക് എന്താ പറയാനുള്ളത്? ഇല്ല, പറഞ്ഞോ. എന്താണ് റോസ്നിക്ക് പറയാൻ? ചിരിയല്ല, പറഞ്ഞാ മതി. അഞ്ചു ജോബിന് എന്താ പറയാനുള്ള? റോസ്നിക്ക് എന്താ പറയാനുള്ള? അയറിന് ഗ്രാജുവേഷൻ ആയിട്ട് എന്താ പറയാനുള്ള? എന്താണ് കുഹാസിന് പറയാനുള്ളത്? അമൃത മേക്കപ്പ് ഇട്ട് കഴിഞ്ഞോ? എൽസിക്ക് എന്താണ് ഗ്രാജുവേഷൻ ആയിട്ട് പറയാനുള്ളത്? എനിക്ക് ഗ്രാജുവേഷൻ ആയിട്ട് നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്നാണ് പറയാനുള്ളത്. അമൃതയ്ക്ക് എന്താണ് പറയാനുള്ളത്? വേറെ ഒന്നും പറയില്ല. സോ ഹാപ്പി വ്ളോഗിലൊരു പാട്ടാൻ പറ്റും. താങ്ക് യു. ഇനി ഫുള്ള് വോയിസ് ഓവർ ആയിരിക്കും. ഇത് ഞങ്ങൾ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് താഴെ നിന്ന് ഫോട്ടോ എടുക്കും. അപ്പോൾ അവിടെ നിന്നപ്പോൾ എടുത്തേക്കുന്ന വീഡിയോസാണ് ഇനിയുള്ള. അപ്പോൾ എല്ലാവരും സാരി എടുത്തിട്ട് നല്ല രസമുണ്ടായിരുന്നെന്ന് എല്ലാവരും പറഞ്ഞ്. ഫുൾ ടൈം എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എല്ലാവരും ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ചേച്ചിമാരൊക്കെ ഇങ്ങനെ ഗ്രാജുവേറ്റ്സ് ആയിട്ട് പോകണമൊക്കെ കണ്ടിട്ടെങ്കിലും ആദ്യമായിട്ട് നമ്മളൊരു ഇതിലേക്ക് വരുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എല്ലാവർക്കും. ഇത് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോണതാണ്. ആയിട്ട് എല്ലാവരും ഒരുമിച്ച് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവർക്കും അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്താണ് പോയത്. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ എല്ലാവരും കൂടി ഫോട്ടോ എടുത്തു. മെയിൻ ഗസ്റ്റുകളുടെയൊക്കെ ഒപ്പം ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് കുറേ ഫോട്ടോസ് എടുത്തു. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിരുന്നു, എക്സൈറ്റഡ് ആയിരുന്നു. എന്തായാലും നല്ല അടിപൊളി കോളേജാണ്. എല്ലാവർക്കും അതിൻ്റെ പിരിയണേൻ്റെ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. ലാസ്റ്റ് സ്പീച്ച് തന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. ഇങ്ങനെ എല്ലാവരും ഇനി അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര മിസ്സിങ് ആയിരുന്നു ആ കോളേജ്. പിന്നെ ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് എല്ലാവരും ഒരുപാട് മിസ് ചെയ്യും. ഇങ്ങനത്തെ വീഡിയോസൊന്നും ഞാൻ എടുത്തേക്കണമല്ല. ഇതൊക്കെ ആ സമയത്തൊന്നും എൻ്റെ കയ്യിൽ ഫോൺ കൂടി ഉണ്ടായിരുന്നില്ല. ഇതെല്ലാവരുടെ അടുത്ത് എടുത്തേക്കണ ആരുടെയെങ്കിലുമൊക്കെ കയ്യിൽ നിന്ന് വാങ്ങിയേക്കണതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ യൂട്യൂബിൽ ഇടാൻ കരുതിയുള്ള ഇതിലല്ല എടുത്തത്. അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്, ഫുൾ സ്ക്രീൻ ആവാത്തത്. സോ എല്ലാവരും ക്ഷമിക്കുക, നെക്സ്റ്റ് ടൈം സെറ്റാക്കാം. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും ഇരുന്ന് നമുക്കിങ്ങനെ ക്യാപ്പൊക്കെ എറിഞ്ഞ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കണതാണ്. ആ ഒരു ഇതാണ് ഇനി കാണാൻ പോണേ. ഇനിയുള്ള ഫുൾ ഫോട്ടോസാണ് എല്ലാം. എല്ലാവരും കൂടി ഒരുമിച്ച് എടുത്തേക്കണ ഫോട്ടോസാണ്. പിന്നെ ഇത് ക്യാപ്പൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് മെയിൻ ഗസ്റ്റുകളുടെ ഒപ്പം, ചീഫ് ഗസ്റ്റ് എല്ലാ ഗസ്റ്റുകളുടെയും ഒപ്പം ടീച്ചേഴ്സിൻ്റെ ഒക്കെ ഒപ്പം എടുത്തത്. ഇതെനിക്ക് സർട്ടിഫിക്കറ്റ് തന്നതാണ്.
ഇനിയുള്ളതൊക്കെ എൻ്റെ ഫോട്ടോസ്, ഫാമിലി ആയിട്ടുള്ള ഫോട്ടോസ്. പിന്നെ ഇതാണ് ഞങ്ങളുടെ പ്രിൻസിപ്പൽ സിസ്റ്ററിൻ്റെ ഒപ്പം ഫോട്ടോ എടുത്തു. പിന്നെ കുറേ സിംഗിൾ ഫോട്ടോസ് എടുത്തു, പാരൻസിൻ്റെ ഒപ്പം എല്ലാവരുടെ ഒപ്പം ഫോട്ടോസ് എടുത്തു, ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒപ്പം ഫോട്ടോസ് എടുത്ത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരുന്നു, ഇഷ്ടമായി എല്ലാവർക്കും പ്രോഗ്രാം. ഇങ്ങനെ പിന്നെ കോളേജിനെ പറ്റി പറയാൻ, കോളേജ് അടിപൊളി കോളേജാണ്, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു കോളേജാണ്. അതുപോലെ ഒപ്പം തന്നെ പഠിക്കാനും പറ്റുന്നൊരു കോളേജാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ഇതൊക്കെയാണ് ഗ്രാജുവേഷൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ ബൈ.